ചെയർമാൻ നീതി പാലിക്കുക, ചെയർമാൻ നീതി പാലിക്കുക, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക, ഒളിപ്പിക്കൽ നടപടി അവസാനിപ്പിക്കുക, ഒളിപ്പിക്കൽ നടപടി അവസാനിപ്പിക്കുക. സിന്ദാബാദ്, ജീവിതമാണ് ജീവിതമാണ്. അതാണ് ഞങ്ങളുടെ കുഞ്ഞിലെ പ്രശ്നം. ഈ സിന്ദാബാദ് കല്യാണത്തിന് കടയുണ്ട്. അതാണ് ഞങ്ങളുടെ ജീവിതഭാഗം. കല്യാണത്തിന് കടയുണ്ട്. അതാണ് ഞങ്ങളുടെ ജീവിതഭാഗം. ഈ സിന്ദാബാദ്, ഈ സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്. അധികാരികളെ മനസ്സിലാക്കാം, അധികാരികളെ മനസ്സിലാക്കാം. വോട്ട് കളിച്ചോ സൂക്ഷിച്ചോ. നിങ്ങൾക്കെതിരെ വരുന്നു ഞങ്ങൾ, നിങ്ങൾക്കെതിരെ വരുന്നു ഞങ്ങൾ. നീതി പാലിക്കുക, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക, ഒളിപ്പിക്കാൻ അനുവദിക്കുക, വെക്കുക, എല്ലാവർക്കും ലൈസൻസ് നൽകുക. ഈ സിന്ദാബാദ്, ഈ സിന്ദാബാദ്, സിന്ദാബാദ്, CITU സിന്ദാബാദ്, വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. ഒളിപ്പിക്കൽ നടപടി അവസാനിപ്പിക്കുക, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക. റോഡുകൾ എല്ലാവർക്കും തിരിച്ചു കൊടുക്കുക, അതിലെ അപാധകൾ പരിഹരിക്കുക. ഈ സിന്ദാബാദ്, ഈ സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്, വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. മാളിക മുകളിൽ ഉറങ്ങാനല്ല, മാളിക മുകളിൽ ഉറങ്ങാനല്ല, AC കാർ കറങ്ങാനല്ല, AC കാർ കറങ്ങാനല്ല, അന്തിക്കഞ്ഞി കരിവാകാൻ, അന്തിക്കഞ്ഞി കരിവാകാൻ. അതിനാണ് ഈ സമരം, അതിനാണ് ഈ സമരം. ജീവിത സമരം സിന്ദാബാദ്, ജീവിത സമരം സിന്ദാബാദ്. ഒളിപ്പിക്കൽ നടപടി നിർത്തിവെക്കുക, അധികാരികൾ നീതി പാലിക്കുക. ഈ സിന്ദാബാദ്, അധികാരികളെ പറഞ്ഞേക്കാം, അധികാരികളെ പറഞ്ഞേക്കാം. നിങ്ങൾക്കെതിരെ വരുന്നു ഞങ്ങൾ, നിങ്ങൾക്കെതിരെ വരുന്നു ഞങ്ങൾ. ഈ സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്, വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്, വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. എല്ലാവർക്കും ലൈസൻസ് നൽകുക, എല്ലാവർക്കും ലൈസൻസ് നൽകുക. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക. ഒളിപ്പിക്കൽ നടപടി നിർത്തിവെക്കുക, ഒളിപ്പിക്കൽ നടപടി നിർത്തിവെക്കുക. CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്, വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. എല്ലാരും കയറിയിരിക്കുക, എല്ലാരും കയറിയിരിക്കുക, കസേര കയറിയിരിക്കുക, പുറകിലിരിക്കുക. എല്ലാരും കയറി നിൽക്കുക. ഇങ്ങോട്ട് അടുക്ക, എല്ലാരും അടുക്ക. സിന്ദാബാദ്, സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്, സിന്ദാബാദ്. അധികാരികളെ പറഞ്ഞേക്കാം, ഒളിപ്പിക്കൽ നടപടി നിർത്തിവെക്കുക, ഒളിപ്പിക്കൽ നടപടി നിർത്തിവെക്കുക. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക. ഈ സിന്ദാബാദ്, ഈ സിന്ദാബാദ്,
CITU സിന്ദാബാദ്. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. ഇഖ്ലാസ് സിന്ദാബാദ്. ഇഖ്ലാസ് സിന്ദാബാദ്. ജീവിത സമരം സിന്ദാബാദ്. ഇഖ്ലാസ് സിന്ദാബാദ്. ഒളിപ്പിക്കൽ നടപടി നിർത്തിവെക്കുക. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക. എല്ലാവർക്കും ഐഡിയ കാർഡ് നൽകുക. എല്ലാവർക്കും ലൈസൻസ് നൽകുക. ഇഖ്ലാസ് സിന്ദാബാദ്. ഇഖ്ലാസ് സിന്ദാബാദ്. CITU സിന്ദാബാദ്. ജീവിത സമരം സിന്ദാബാദ്. അന്യായമായ ഒളിപ്പിക്കൽ അവസാനിപ്പിക്കുക. അന്യായമായ ഒളിപ്പിക്കൽ അവസാനിപ്പിക്കുക. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക. എല്ലാവർക്കും ലൈസൻസ് നൽകുക. ഇഖ്ലാസ് സിന്ദാബാദ്. CITU സിന്ദാബാദ്. ജീവിത സമരം സിന്ദാബാദ്. AC കാറി കറങ്ങാനല്ല, മാളിമുകളിൽ ഇറങ്ങാനല്ല, അമ്പിക്കന്നിക്കരിവാകാൻ. അതിനാണ് ഈ സമരം. ജീവിത സമരം സിന്ദാബാദ്. ഇഖ്ലാസ് സിന്ദാബാദ്. ഇഖ്ലാസ് സിന്ദാബാദ്. CITU സിന്ദാബാദ്. ഇഖ്ലാസ് സിന്ദാബാദ്. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. എല്ലാരും ഇവിടെ കയറിയിരിക്കണേ, മാറിയിരിക്കണേ, കയറിയിരിക്കണേ. ഇങ്ങോട്ട് വന്ന് ഇരിക്കല്ലേ, ഇരിക്കും. ഇങ്ങോട്ട് കയറുക, എല്ലാവരും വന്നിരുന്നേ. എല്ലാവരും ഈ കർഷകർക്ക് അറിയിക്കും. കയറിയിരിക്കോ, വായോ. ഈ കസേര ഉള്ളിടത്തല്ലേ ഇല്ലേ? നമ്മുടെ ഭരണസമരം ആരംഭിക്കുകയാണ്. ഇതിന്റെ അധ്യക്ഷനായിട്ട് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് സക്കീർ മുഹമ്മദ് ക്ഷണിക്കുന്നു. സ്വാഗതം പറയുന്നതിന് വേണ്ടി വഴിയോര കച്ചവട തൊഴിലാളി യൂണിയന്റെ കോട്ടയം ഏരിയ സെക്രട്ടറി സഹ KT സുരേഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇങ്ങോട്ട് വന്ന് അടുത്ത് വന്ന് ഇങ്ങോട്ട് കയറിക്കേ, എല്ലാവരും കയറിക്കേ, മാറി നിൽക്കാതെ. വേദിയിലും സദസ്സിലുമുള്ള സഖാക്കളെ, വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ കോട്ടയം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങൾ, കാതലായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാം നഗരസഭയിലേക്ക് മാർച്ച് ചെയ്യുന്നത്. നമ്മുടെ ഒന്നാമത്തെ മുദ്രാവാക്യം അന്യായമായ കുടിയൊഴിപ്പിക്കൽ അവസാനിപ്പിക്കുക. നമ്മൾ 10-45 വർഷമായിട്ട് 10-60 വർഷമായി കച്ചവടം ചെയ്യുന്ന ആളുകൾ ഇവിടെയുണ്ട്. അവരെ ഒരു കാരണവും കൂടാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു വിധ സംവിധാനമൊന്നുമില്ലാതെ ഇങ്ങോട്ട് വന്ന് മാറിക്കോ എന്ന് പറഞ്ഞാൽ അത് കയ്യും കെട്ടി നിൽക്കുന്ന തോൽക്കുന്ന സംഘടനയല്ല CITU. നമ്മള് രണ്ടാമതായി വെക്കുന്ന മുദ്രാവാക്യം കച്ചവടം ചെയ്യാനുള്ള സോണുകൾ തിരിച്ചതിലെ അപാകതകൾ പരിഹരിക്കുക. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായി വഴിയോര കച്ചവട സംരക്ഷണ നിയമം നടപ്പാക്കിയുണ്ടായി. ആ നിയമത്തിൽ പറയുന്നതാണ് കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാനുള്ള ഇടം തിരിച്ചു കൊടുക്കാനുള്ള കച്ചവട സോണുകൾ തിരിക്കുക. നിർഭാഗ്യവശാൽ കച്ചവട സോണുകൾ തിരിച്ചത് കോട്ടയത്തിന്റെ പട്ടണത്തിലെങ്ങുമല്ല. നമുക്ക് കച്ചവടം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കോടിമതയിൽ പുല്ല് കയറി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, ആളുകളൊന്നും കടന്നു വരാത്തത്, അതാണ് ഒരു കച്ചവട സോണ്. രണ്ടാമത് കച്ചവട സോൺ തിരിച്ചത് നമ്മുടെ കുമാരനെല്ലൂർ മേൽപ്പാലത്തിന്റെ അടിയിലാണ്. നമ്മൾ സംരക്ഷിക്കുന്ന നിയമം പറയുകയാണെങ്കിൽ പത്മാസുരന് വരം കൊടുത്തത് പോലെയാണ്. ശിവനെ പ്രത്യക്ഷപ്പെട്ടത്, എന്താണ് നിനക്ക് വേണ്ടത് ഭക്ത? ഉടനെ ഭക്തൻ അരുൾ ചെയ്ത്, ഞാൻ ചൂണ്ടുവരിലുകൊണ്ട് ചൂണ്ടിയാൽ അയാൾ ഭസ്മമായി പോകണം.
വരം കിട്ടിയ ഉടനെ പരമശിവന് നേരെ നീട്ടുകയാണ് ഈ ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞ പോലെയാണ് വഴിയോര കച്ചവട സംരക്ഷണ നിയമം നമ്മളെ നിഗ്രഹിക്കുവാൻ, നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ ഇവിടുത്തെ ഭരണാധികാരികൾ നമുക്ക് നേരെ നീട്ടുകയാണ്. ഈ സോണുകൾ തിരിച്ചുകൊണ്ട് നമ്മളെ ആട്ടിപ്പായിക്കുകയാണ്. നമ്മൾ നാഗമ്പടത്തിന്റെ ഉള്ളറകളിലേക്ക്, മനസ്സിന്റെ ഉള്ളറകളിലേക്ക് കടന്നു പോകണം. ഒരു 3 മണിയായപ്പോ ഒരു സഹോദരൻ കുനിഞ്ഞിരുന്ന് കരയുകയാണ്. ഒരു വഴിയോര കച്ചവടക്കാരൻ ഏങ്ങി കരയാണ്. അടുത്തിരുന്ന കച്ചവടക്കാരൻ ചോദിച്ചു, എന്താ നീ കരയുന്നത്, എന്നാ പറ്റിയടാ? ചോറിനാൻ പോലും പൈസ കിട്ടിയിട്ടില്ല. അവൻ വിങ്ങിപ്പെട്ടുകയാണ്. നാഗമ്പടത്തിന്റെ അവസ്ഥയാണ്. മറ്റൊരു കച്ചവടക്കാരൻ, ഞാൻ അവിടെ തന്നെ ഓട്ടോറിക്ഷയായിട്ട് ഓടിക്കുന്നു. എന്നാ സഹോദര നീ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്? സുരേഷ് അവിടെ ഇപ്പൊ കച്ചവടമൊന്നുമില്ല, അമ്മയ്ക്ക് ഒരു 10-300 രൂപ കൊടുക്കണം, എനിക്ക് മെട്രോ അടിക്കണം, എനിക്ക് ചെലവ് കാശ് വേണം. നാമ്പടത്തെ ഒരു കച്ചവടമില്ല. നാമ്പടത്തെ കുറിച്ച് അവർ പറയുന്നത് വലിയ കൊള്ളക്കാര്, പിടിച്ചുവരക്കാര്, ആവാസന്മാര്, അവിടെ ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്നതാണ്. ഞങ്ങൾ പോലീസ് വെരിഫിക്കേഷനോട് കൂടിയാണ് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് ഇവിടെ കൊടുത്തത്. ഒരു ക്രിമിനൽ അതിനകത്തില്ല. ഇവിടുത്തെ പോലീസ് ഓഫീസർമാരാണ് ഞങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ളത്. പോലീസ് വെരിഫിക്കേഷനോട് കൂടിയാണ് ഞങ്ങളിവിടെ ഞങ്ങളുടെ ഐഡന്റിറ്റി കാർഡിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അവിടെ ആയിരക്കണക്കിന് ക്രിമിനൽ വരും. ആ ക്രിമിനലുമായി കൂട്ടിവെച്ചുകൊണ്ട് ഞങ്ങൾ വായിച്ചാൽ ഞങ്ങൾ അവരല്ല. അതാദ്യമായി മനസ്സിലാക്കുക. 51 വാർഡുകളിൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരാണ് സർവേ പൂർത്തിയാക്കിയത്. ഞാനിവിടെ വന്നപ്പോ ഒരു അനുസ്മരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം നടക്കുകയാണ്. UDF-ന്റെയാണ് അന്നത്തെ കാലത്തെ ആ സർവേ നടക്കുമ്പോൾ ഈ മുഴുവൻ ഉദ്യോഗസ്ഥരുണ്ട്. UDF-ന് അനുഭവമുള്ള ഉദ്യോഗസ്ഥരാണ് തയ്യാറാക്കിയത് ഈ സർവേ. ഞാനന്ന് കണ്ടതാണ്. അവർ തയ്യാറാക്കി, ഞങ്ങൾ അവർക്കൊപ്പം നിന്നു. ഞങ്ങളോട് തോളോട് തോൾ ചേർന്ന് ആ UDF അനുഭവമുള്ള ഉദ്യോഗസ്ഥർ വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി നിന്നു. 1-2 പേരുണ്ടായിരുന്നു. ഓരോ ഇടങ്ങളിൽ വരുമ്പോൾ യൂണിയന്റെ ആളുകൾ കൂടിയാലോചിക്കണം. ഇവിടെ നിരീക്ഷണുണ്ടായിരുന്നു. 2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും നമ്മോട് സഹകരിച്ചു. നമ്മുടെ BSNന്റെ വാതിക്ക് ഒരു കച്ചവടക്കാരൻ അച്ചായൻ ബൈക്കിടിച്ച് UDF-ന്റെയാണ്, കോൺഗ്രസിന്റെയാണ്. ഞങ്ങൾ അവിടെ ചെന്നു. CITUവിന്റെ പ്രവർത്തനം അവിടെ ചെന്നു. അദ്ദേഹം അവിടെ ഇല്ല, വീട്ടിലാണ്. സാറേ ഇദ്ദേഹത്തെ അവിടെ ഉൾപ്പെടുത്തണം. ആ ഉൾപ്പെടുത്തിപ്പോയി. അങ്ങനെ കോൺഗ്രസ് എന്നോ BJP എന്നോ ഒന്നുമില്ലാതെ മുഴുവൻ ആളുകളെ, ആപാലവൃത്തം മുഴുവൻ ജനങ്ങളെ ആ സർവേക്കകത്ത് പൂർത്തീകരിച്ച 600 ശിഷ്ടം സർവേ ആണ്ട് അവിടെ ഇരിക്കുന്നു. 600 ശിഷ്ടം ജീവിതങ്ങൾ CITക്കാർ ഒറ്റയ്ക്കല്ല ചെയ്തത്. ഭരണാധികാരികൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങൾ പോരാടിയത്. ഞങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്നവരെയും അവർ ഞങ്ങളുടെ സഹോദരന്മാരായി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി പോരാടിയത്. ഇപ്പൊ ഞങ്ങളെ ആട്ടിപ്പായിക്കുകയാണ്. ഹോങ്കോങ്ങിലൊരു തെരുവോരമുണ്ട്, നിങ്ങൾക്കറിയുമോ? അത് എവിടെയാണെന്നറിയോ? റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടുത്തെ ഭരണാധികാരി, സാധാരണക്കാരന്റെ ഒപ്പം നിൽക്കുന്ന ഭരണാധികാരി ആ റെയിൽവേ സ്റ്റേഷൻ കടന്നു വന്നപ്പോൾ അവിടെ ഇരിക്കുന്ന കച്ചവടക്കാരെ മാറ്റണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വേണ്ട, ആ റെയിൽവേ സ്റ്റേഷൻ മാറ്റിയാൽ അവരെ മാറ്റണ്ട. അദ്ദേഹം ഒരു പോംവഴി കണ്ടുപിടിച്ചു. ആ റെയിൽവേ സ്റ്റേഷൻ ആ കച്ചവടക്കാരുടെ ഇടയിലൂടെ കടന്നു പോകും. ട്രെയിൻ വരുമ്പോൾ കച്ചവടക്കാർ പുറകോട്ട് വരെയും ട്രെയിൻ പോകും വീണ്ടുമ്പോൾ. അങ്ങനെയൊരു നഗരം. ആ റെയിൽവേ സ്റ്റേഷൻ പോലും മാറ്റിവെച്ചുകൊണ്ട് ജനപക്ഷത്ത് നിന്ന് ഭരണാധികാരികളുണ്ട്. അതാണ് പഠിക്കേണ്ടത്. കോടിക്കണക്കിന് കച്ചവടക്കാരുണ്ട്, വഴിയോര കച്ചവടക്കാര്. പാൻമസാല കച്ചവടം പൂർണ്ണമായി ഒഴിപ്പിക്കണം. വലിയ കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കണം. അതിനൊന്നും ഞങ്ങൾ എതിരല്ല. ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഞങ്ങളുടെ ജീവിത സമരമാണ്. മറ്റൊന്നുമില്ല. ഞങ്ങൾക്ക് വന്ന് വിട്ടുപോയി. ആരും ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്നില്ല. ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ വന്നതാണ്. അതുകൊണ്ട് ഈ ചുവപ്പും കൊടിയും പിടിച്ചുകൊണ്ട് ജീവിതാവസാനം വരെ വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി ഞങ്ങളുടെ നേരെ ഇവിടുന്ന് ഓരോ വിരലുകളും ഞങ്ങൾ ഒറ്റയ്ക്കല്ല, മഹത്തായ പ്രസ്ഥാനത്തിന് പിന്നിലാണ്. CITU എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ പിന്നിലാണ്. ആർത്തരമ്പെന്ന കടല് പോലെ അതിനെ ഭസ്മീകരിക്കുവാൻ വലിയ ശക്തിയുള്ള CITUവിന്റെ ചുവപ്പൻ കൊടിയും പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് ചെയ്യുന്ന. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നെ ലഭിച്ച കടവിലേക്ക് കടന്നു പോവുകയാണ്. CITUവിന്റെ അമരക്കാരൻ അനിൽകുമാറാണ്. രാഷ്ട്രീയ അധ്യാപകൻ, ചിന്തകൻ, എഴുത്തുകാരൻ. CITUവിന്റെ അമരക്കാരൻ അനിൽകുമാറാണ് ഈ യോഗം, ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തിനെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സമരമുഖങ്ങളിൽ നമ്മളോടൊപ്പം നിന്ന് നമ്മളിരളായി നമുക്ക് വേണ്ടി എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന CITUവിന്റെ ഏരിയയുടെ സെക്രട്ടറി ആയിട്ടുള്ള
സുനിൽ തോമസിനെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ വേദി മുതലുള്ള BKTF-ന്റെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് PA നസീറിനെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സമരമംഗളെ നമ്മോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട ബോസിയേട്ടിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തൊഴിലാളികളുടെ നന്മമരം രായ്ചായനെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് വളരെ ആദരപൂർവ്വം രായ്ചായനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ KP രാജുവിനെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഞാൻ വിട്ടുപോയി നമ്മുടെ ഇതിന് അധ്യക്ഷ പദം അലങ്കരിക്കുന്ന BKTF-ന്റെ വടിയേരക്കച്ചവട തൊഴിലാളി യൂണിയന്റെ ഏരിയയുടെ പ്രസിഡന്റായിട്ടുള്ള സക്കീറിക്കായെ എന്റെ ഹൃദയ കമ്പനങ്ങളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ, അതുപോലെ നമ്മുടെ വിവിധ ട്രേഡ് യൂണിയനുകളെ പ്രതിനിധീകരിച്ച് വിളിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരായ, നമുക്ക് സംരക്ഷകരായി മാറുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നെ പോലെ വെയിലും മഴയുമേറ്റ് ഒരു വീടിന് വേണ്ടി രാവിലെ 7 മണിക്കിറങ്ങി 8, 9, 10 മണി വരെ ഇവിടെ കച്ചവടം ചെയ്ത് ജീവിതം ഹോമിച്ച് തിരിച്ചു പോകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്തിയാൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുകയും നന്ദി, നമസ്കാരം. രണ്ടു ദിവസം മുമ്പ് കോട്ടയം നഗരസഭയിൽ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. ആ മീറ്റിംഗിൽ 3 യൂണിയനാണ് പങ്കെടുത്തത്. ആ 3 യൂണിയനിൽ ആദ്യത്തെ യൂണിയൻകാർ പറഞ്ഞു 5 സംസ്ഥാന തൊഴിലാളികളെ പൂർണ്ണമായും ഒഴിവാക്കണം. രണ്ടാമത്തെ യൂണിയൻകാർ പറഞ്ഞു ഞങ്ങൾ സ്വാഗതം ചെയ്യും. മൂന്നാമത്തെ യൂണിയൻകാർ പറഞ്ഞു അത് CNU-കാരായിരുന്നു. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് കാർഡ് തരണം, ഒഴിപ്പിക്കൽ അവസാനിപ്പിക്കണം, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. ഇന്നലെ ആ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി, എല്ലാ യൂണിയൻകാരും അംഗീകരിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാനുൾപ്പെടെ, സുരേഷ് ഉൾപ്പെടെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് നട്ടലുണ്ടെങ്കിൽ CNU ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പണി നിർത്താം. ഞങ്ങൾ തയ്യാറാണ്. പറഞ്ഞതാരൊക്കെ? വേറെ 2 യൂണിയനാണ്. CNU അടിവരയിട്ട് പറയുന്നു ഒഴിപ്പിക്കൽ പരിപാടി നിർത്തിവെക്കണം, ഞങ്ങൾക്ക് ബദൽ സംവിധാനം വരണം. ഇവിടെ ഇപ്പൊ ഒഴിപ്പിച്ചാൽ 6 മാസം കഴിയുമ്പോൾ കോടിമതയിൽ ആപ്പുണ്ടാവും. നല്ല കാര്യം. അന്നേരം തൊഴിലാളികളുടെ അവിടെ പോയിരിക്കണം. അതാണ് അതിന്റെ മര്യാദ. ഈ 6 മാസക്കാലം ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് അമ്മയില്ലേ, അപ്പനില്ലേ, ഭാര്യമാരില്ലേ, കുട്ടികളില്ലേ? അവർക്ക് ഭക്ഷണം വേണ്ടേ? നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചു. പണിത കെട്ടുന്നത് അഴിച്ചു കളയണം, ഇന്നലത്തോട്ട് ഞങ്ങളത് പറയും. കടകൾ ചെറുതാക്കണം, അത് ഞങ്ങൾ ചെറുതാക്കാൻ തയ്യാറായി. 4 വീലർ ഓടിക്കുന്ന വണ്ടി വേണം, അത് ഞങ്ങൾ തയ്യാറായി. പിന്നെ പറയുന്നത് തന്നെ ഒഴിപ്പിക്കും. സോണുകൾ തിരിച്ചിരിക്കുന്നു. ഇതൊരു വെന്റിക്കാൻ പറ്റിയില്ല, കമ്മിറ്റിയായിട്ട് ആലോചിക്കണ്ടേ? അല്ലാതെയാണ് സോണുകൾ തിരിക്കുന്നത്. നാമ്പടത്ത് കച്ചവടം നിരോധിച്ചിരിക്കുന്നു, ചന്തക്കട നിരോധിച്ചിരിക്കുന്നു, കോഴിച്ചന്ത നിരോധിച്ചിരിക്കുന്നു, പച്ചാലിലെ വാതുക്ക നിരോധിച്ചിരിക്കുന്നു. ഇത് ആരോട് ചോദിച്ചോണ്ടാ? ഇതിനൊക്കെ കമ്മിറ്റിയില്ലേ? ഇതിന് സുപ്രീം കോടതിയുടെ നിയമമില്ലേ? വഴിയോര കച്ചവട ഉപജീവന മാർഗം എന്നൊരു നിയമമുണ്ടല്ലോ. ഞങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്ത നിയമമില്ലേ? ഞങ്ങൾ ഒതുക്കി വെക്കാൻ തയ്യാറാ. സാർ, ഞങ്ങളെ സഹായിക്കൂ. ഈ ഓണക്കാലത്ത് ഇവിടെ കുത്തക മുതലാളിമാർക്ക് വില കയറ്റുവാൻ വേണ്ടി, പച്ചക്കറിക്ക് വില കൂട്ടുവാൻ വേണ്ടിയുള്ള തീരുമാനമാണ് എടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കയ്യേറ്റം ഞങ്ങൾ മാത്രമുള്ളൂ? നമ്മുടെ KK റോഡിൽ ജോസ്കോ കാർ പാർക്കിംഗ് കയ്യേറിട്ടില്ലേ? അത് പൊളിക്കണ്ടേ? നാമ്പടം ബസ് സ്റ്റാൻഡിൽ ചില കടക്കാർ 10 മീറ്റർ വരെ പുറത്തേക്ക് ഇട്ടിട്ട് ഗ്യാസ് കുറ്റി വെച്ചിട്ടാണ് അവിടെ ഉഴുന്നോടെ പരിപ്പ് വഴികൾ നറുക്കിട്ടുണ്ടാക്കുന്നത്. അത് കയ്യേറ്റമല്ലേ? അത് പൊളിക്കണ്ടേ? പൊളിക്കുമ്പോ എല്ലാവരെയും പൊളിക്കണം. അല്ലാതെ പാവപ്പെട്ട ഒരു നേരത്തെ അരിക്ക് വേണ്ടി ത്യാജിക്കുന്ന മനുഷ്യരെ ഓർപ്പിക്കരുത്. അത് ദോഷകരമാണ്. ഈ സമരം സൂചനാ സമരമാണ്. 1-ാം തീയതി നിങ്ങൾ ഒഴിപ്പിക്കാൻ വന്നാൽ ഞങ്ങൾ അതിനെ നേരിടുക തന്നെ ചെയ്യും. ഞങ്ങൾ ഒതുക്കി വെക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ചെറിയ രീതിയിൽ കച്ചവടം ചെയ്യാൻ തയ്യാറാണ്. ഈ ഓണം വരെയെങ്കിലും നിങ്ങൾ ഈ പണിയായിട്ട് ഇറങ്ങരുത്. ഓണം കഴിഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാം. കമ്മിറ്റി എത്ര ഉണ്ട്? അതിനകത്ത് ഒരു മാഡം പറഞ്ഞത്, പണ്ടങ്ങാണ്ട് ഞാൻ അവിടെ വെച്ച് തടഞ്ഞതുകൊണ്ട് നിങ്ങളെയും അറസ്റ്റ് ചെയ്യും. ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ കിടക്കാൻ തയ്യാറില്ല.
അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്തൊക്കെ വെല്ലുവിളിച്ചാൽ എനിക്കതിനകത്ത് യാതൊരു ഭയവുമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയുക, ഞങ്ങളെ ആരെങ്കിലും പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പാർട്ടിക്കാരെ, യൂണിയൻകാരെ, ഇവരെല്ലാം പറഞ്ഞിരിക്കും. ഒഴിപ്പിച്ചോളം പറഞ്ഞത് ഞങ്ങളുടെ CPM-ന്റെ ഒരു സഹാക്കളും പറഞ്ഞില്ല. ഇവിടെ ഞങ്ങളുടെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം സഹാബ് അഡ്വക്കറ്റ് ഷീജാനിലുണ്ട്, പ്രതിപക്ഷ നേതാവ് CN സത്യനേശ്വരുണ്ട്. അവരാരും സമ്മതിച്ചത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ അവരുടെ എത്തും അതിനുള്ള മറുപടി കിട്ടും. അതുകൊണ്ട് വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി അവസാനിപ്പിച്ചുകൊണ്ട് ഈ ഓണം കഴിഞ്ഞിട്ട് ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയും. നിങ്ങൾ ഹബ്ബ് പണി, കോടിമല പണി, ഞങ്ങളവിടെ ആലോചിക്കാം, നമുക്കവിടെ പോയി ഇരിക്കാം. അതുവരെയെങ്കിലും ഈ സോണുകൾ തെറ്റാണ്, ഞങ്ങളുടെ ജീവിത മാർഗമാണ്, ഒഴിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കരുത്. ഇത് വലിയ സമരത്തിലേക്ക് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ CITUവിന്റെ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയന്റെ ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് ജസീറിനെ ക്ഷണിച്ചോളും. സാഗളെ നമ്മുടെ യൂണിയന്റെ ജില്ലാ സെക്രട്ടറി, CITUവിന്റെ ജില്ലാ സെക്രട്ടറി, നമുക്കറിയാം ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സഖാവ് അഡ്വക്കറ്റ് K അനിൽകുമാറാണ്. CITUവിന്റെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗവും CITUവിന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി കൂടിയായ സഖാവ് അഡ്വക്കറ്റ് അനിൽകുമാറിനെ ക്ഷണിച്ചോളും. പ്രിയപ്പെട്ട വഴിയോര കച്ചവട തൊഴിലാളി യൂണിയന്റെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സഖാവ് നസീർ, ഇവിടെ നമ്മുടെ ഏരിയയിൽ ചുമതല വഹിക്കുന്ന സഖാവ് സക്കീർ ഹുസൈൻ, CITUവിന്റെ നേതാക്കളായി ഇവിടെ ഉണ്ടായിട്ടുള്ള സഖാവ് സുനിൽ തോമസ്, സഖാവ് KP രാജു, മറ്റ് നേതാക്കളെ, ബഹുമാന്യരായ തൊഴിലാളി സഖാക്കളെ, ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി. വീഡിയോ കണ്ടത് കോട്ടയത്തെ നഗരസഭയുടെ ചെയർമാൻ്റെതാണ്. ചെയർമാൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് വഴിയോര കച്ചവടക്കാർക്കെതിരായി എത്ര പരുഷമായിട്ടാണ്, എത്ര വെല്ലുവിളി നിറഞ്ഞ രീതിയിലാണ് ഈ നഗരസഭാ ഭരണം മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലായത്. ബഹുമാനപ്പെട്ട ചെയർമാൻ എനിക്കും വ്യക്തിപരമായി ദീർഘകാലമായി അറിയാവുന്ന ആളാണ്. വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തെ ഒന്നും പറയുന്നില്ല. പക്ഷെ ദയവായി മനസ്സിലാക്കണം, 10-30 കൊല്ലക്കാലമായി വഴിയോര കച്ചവടം നടത്തുന്ന ധാരാളം പേര് എനിക്കിവിടെ അറിയാം. 10-30 കൊല്ലമായി ഇവിടെ കച്ചവടം നടത്തുന്ന ധാരാളം പേര് ഇവിടെ നിൽപ്പുണ്ട്. 30 കൊല്ലം മുമ്പ് ഇവിടെ കൗൺസിലർമാരായി വന്ന ആളുകൾക്ക് ഇന്ന് എത്ര വ്യാപാര സ്ഥാപനങ്ങൾ സ്വന്തമായി ഉണ്ട് എന്ന കാര്യവും നിങ്ങൾ ദയവായി ഒന്ന് ചിന്തിക്കണം. അങ്ങനെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വഴിയോര കച്ചവടം കൊണ്ട് സാധിക്കില്ല എന്നതിൻ്റെ സാക്ഷികളാണ്, ജീവിക്കുന്ന തെളിവുകളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരും. ഇതുകൊണ്ട് സമ്പന്നന്മാരാകാൻ കഴിയില്ല, രമ്യകർമ്മങ്ങൾ നിർമ്മിക്കാനാവില്ല. വഴിയോര കച്ചവടം കൊണ്ട് പരമാവധി സാധിക്കുക മുഴുപട്ടിണിക്കാർക്ക് അരപ്പട്ടിണിക്കാരായി മാറാം, അരപ്പട്ടിണിക്കാർക്ക് കാൽപ്പട്ടിണിക്കാരായി മാറാം, കാൽപ്പട്ടിണിക്കാർക്ക് വലിയ പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടാ. ഇതിനപ്പുറം നടക്കില്ല. വഴിയോര കച്ചവടം 365 ദിവസവും ഒരുപോലെ നടക്കുന്ന കച്ചവടം അല്ല. ചില ദിവസങ്ങളിൽ വഴിയിൽ ആൾ കൂടും, ചില ദിവസം വഴിയിൽ ആൾ കുറയും. നഗരത്തിലൊരു ബ്ലോക്ക് വന്നാൽ വഴിയോര കച്ചവടം നല്ല പരിക്കേൽക്കും. നല്ല 2 മഴ പെയ്താൽ വഴിയോര കച്ചവടം നന്നായിട്ട് ബുദ്ധിമുട്ടും.
ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ധാരാളം ആൾ കൂടുന്നൊരു പരിപാടി നടക്കുകയാണെങ്കിൽ ആ പരിപാടി അവിടെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ചിലപ്പോൾ അന്ന് പഠിക്കു പോലുമില്ല. അവർ വൈകുന്നേരം 7 മണിയാകുമ്പോൾ വീട്ടിലേക്ക് ഇറങ്ങി ഓടുമ്പോൾ ഒരു ശകല സാധനം വാങ്ങിച്ചുകൊണ്ട് ഓടുന്ന ഇല്ലാതാവും. ഇപ്പം തന്നെ KSRTC ബസ്സിൽ ഈ പ്രിയദർശിനി വന്നപ്പോൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പഴയ പോലെ ആളില്ല. വഴിയോര കച്ചവടം പോയിട്ട് ബസ് സ്റ്റാൻഡിനകത്തെ കച്ചവടം എവിടെ പോയി നിൽക്കുന്നു. ഞാൻ വഴിയോര കച്ചവടമല്ല പറയുന്നത്, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പൈസ കൊടുത്ത് ഇരിക്കുന്നവരുടെ കച്ചവടം എവിടെ പോയി നിൽക്കുന്നു. കോട്ടയത്തെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വഴിയോര കച്ചവടക്കാരെന്ന് പറയുന്നത് എങ്ങനെ വന്നു. ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ വഴിയോര കച്ചവടക്കാരെ കുറിച്ചൊരു ലേഖനമുണ്ട്. വായിച്ചോ ഷമീർ? വായിച്ചോ അത്? വായിച്ചോ ഇല്ലയോ? കേട്ടില്ല? നോക്കിയില്ല? ആ, വായിച്ചോ? വഴിയോര കച്ചവടക്കാരെ കുറിച്ചുള്ള ലേഖനമാണ് ഇന്നത്തെ ദേശാഭിമാനി. അതായത് ഇവിടെ CITUവിൻ്റെ കോട്ടയം ജില്ലാ കമ്മിറ്റിക്കാർ മാത്രമായിട്ടാണ് ഈ സമരത്തിന് ഇറങ്ങിയിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. ഇന്ത്യ രാജ്യത്ത് 2014 വഴിയോര കച്ചവടക്കാരെ സംബന്ധിച്ച്, അവരുടെ പുനരധിവാസം സംബന്ധിച്ച്, അവരുടെ സംരക്ഷണം സംബന്ധിച്ച് സ്ട്രീറ്റ് വെൻഡേഴ്സിന്റെ നടപടിക്രമങ്ങളെ ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമം ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. ആ പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തെ തുടർന്ന് 2016 അധികാരത്തിൽ വന്ന പിണറായി സർക്കാരിന്റെ കാലത്ത് ആ നിയമങ്ങൾ ബാധകമാക്കുന്ന ചട്ടങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ ചട്ടങ്ങൾ പ്രകാരം ഏതെങ്കിലും ഒരു വഴിയോര കച്ചവടക്കാരനെ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് മാറ്റണമെങ്കിൽ പുനരധിവാസം ഉറപ്പ് കൊടുക്കണം. ആ നിയമത്തിൽ പറയുന്നത് വ്യാപാരങ്ങൾ നടക്കാൻ കഴിയുന്ന, നടപ്പാക്കാൻ കഴിയുന്ന ഏരിയകൾ നഗരസഭയാണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളാണെങ്കിലും ക്രമീകരിച്ചിട്ട് വരെ മാറ്റാം. കോട്ടയത്തെ അനുഭവം എന്താ? കോട്ടയത്ത് നമ്മുടെ പഴയ ഊട്ടി ലോഡ്ജോ അല്ലെങ്കിൽ പഴയ ബസ് സ്റ്റാൻഡിൽ എവിടെയോ ഒരു കെട്ടിടം ഉണ്ടായിരുന്നത് പഴക്കമായി പോയി ഇടിഞ്ഞു വീഴാൻ പോകുന്നെന്ന് പറഞ്ഞ് നല്ല കെട്ടിടം പൊളിച്ചെടുക്കി. അതിൽ 36-37 വ്യാപാര സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അവർ മുഴുവൻ പെരുവഴിയിലായി. 3 കൊല്ലമായിട്ട് അവർ പെരുവഴിയിലാണ്. ഇപ്പൊ ഈ ബസ് സ്റ്റാൻഡിൽ അവിടെ അച്ചയൻസ് ഗോൾഡുകാരെ കൊണ്ട് വെയിറ്റ് ഷെഡ് ഉണ്ടാക്കി. അതിന്റെ പുറകിൽ ഇപ്പോൾ സുപ്രീം കോടതി, ഹൈക്കോടതി അനുവദിച്ചിട്ട് തൽക്കാലം അവിടെ കടകൾ ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുനിസിപ്പാലിറ്റിയുടെ തന്നെ വിഷയത്തിനകത്തെ കോടതി വിധി എന്താണെന്ന് മുനിസിപ്പാലിറ്റിക്ക് അറിയില്ലേ? പുനരധിവാസം ഉറപ്പ് കൊടുക്കാതെ ഒഴിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ പുനരധിവാസം നടത്താതെ ഒഴിപ്പിക്കൽ നടത്തരുത്. ഇത് ഈ പറയുന്ന കോട്ടയത്തെ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുള്ള കേസിലെ വിധി നിങ്ങൾക്ക് ബാധകമല്ലേ? ആ വിധി വായിച്ചിട്ട് അടിസ്ഥാനത്തിലല്ലേ ഇപ്പോൾ അവിടെ താൽക്കാലികമായ വ്യാപാര സ്ഥാപനങ്ങൾ ഷട്ടറിട്ട് പണിതുകൊണ്ടിരിക്കുന്നത്. ഈ തൊഴിലാളിക്ക് ഷട്ടറൊന്നുമില്ല. ചിലപ്പോൾ ഒരു തട്ട്, ചിലപ്പോൾ തട്ടിന്റെ മേലെ ഒരു കൊട, ചിലയിടത്ത് പടുതയുണ്ട്. കടുത്ത മഴ വരുമ്പോൾ ചിലപ്പോൾ ഒരു പടുതയൊക്കെ വെക്കും. പടുത വേണ്ടെന്ന് പറഞ്ഞാൽ വാശി പിടിക്കണ്ട. പടുത വേണ്ടയോ? വാശി പിടിക്കണ്ട. നമുക്ക് കച്ചവടം നടക്കണം. നമ്മുടെ വ്യാപാരം ഒരു പരിധിവരെ മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ അവിടെ ജീവിക്കുന്ന മനുഷ്യൻ, പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന മനുഷ്യനെയും അവന്റെ ഉപജീവനോപാധികളെയെല്ലാം ഏതെങ്കിലും ഒരു നിമിഷം കൊണ്ട് ഒരു ചെടി വേര് പിഴുതെടുത്ത് വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിയാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ആരുടെയെങ്കിലും ഉത്തരവിന്റെ പേരിൽ ദുർബോധനം കേട്ട് നഗരത്തിലേക്ക് ഇറങ്ങി വന്നാൽ ശക്തമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കാര്യം അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാർക്ക് ഇന്ന് ഏതാണ്ട് സമാധാനമായിട്ടുണ്ട് കേട്ടോ. സക്കീർ ഹുസൈനൊക്കെ ചെല്ലുമ്പോ വാശി പിടിക്കുന്ന ജോലിക്കാർക്കും സർക്കാർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ പോലീസുകാർക്കും മനസ്സിലാവും കാര്യം. ഇന്ന് കേരള സർക്കാരിന്റെ തീരുമാനം വന്നു. ശമ്പള പരിഷ്കരണം 5 കൊല്ലത്തിനിടയ്ക്ക് ഇല്ല, 10 കൊല്ലം കഴിഞ്ഞ് മതി.
എന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ സർക്കാരിന്റെ കാലത്ത് ശമ്പള പരിഷ്കരണമില്ല. തീരുമാനം ഇന്ന് പത്രത്തിലുണ്ട്. സർക്കാർ ജീവനക്കാർ 5 കൊല്ലത്തിനിടയിൽ ശമ്പള പരിഷ്കരണം, അതിന്റെ ആനുകൂല്യം പോലീസിലുള്ളവർക്ക്, അതിന്റെ ആനുകൂല്യം സർക്കാർ മേഖലയിലുള്ള മുഴുവൻ പേർക്കും ലഭിച്ചുകൊണ്ടിരുന്ന സംവിധാനത്തെ ഈ സർക്കാർ അട്ടിമറിക്കുമ്പോൾ പണിയെടുക്കുന്ന മുഴുവൻ മനുഷ്യർക്കും എതിരാണ് UDF സർക്കാർ. കേരളത്തിൽ വി ഡി സതീശൻ അധികാരത്തിൽ വന്ന ശേഷം മോടി പിടിപ്പിക്കലാണ്. പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് തുർക്കുമാൻ ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നഗരം മോടി പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഡൽഹി നഗരത്തിൽ അടിയന്തരാവസ്ഥയിൽ അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം കത്തിക്കുകയും ചവിട്ടിപ്പൊളിക്കുകയും ചെയ്തു. ബംഗാളിൽ BJP അധികാരത്തിൽ വന്ന സമയത്ത് BJPയുടെ നേതൃത്വത്തിൽ ബംഗാളിൽ ബുൾഡോസറുകളുമായി വ്യാപാര സ്ഥാപനങ്ങൾ കുടിയൊഴിപ്പിക്കാൻ ശ്രമിച്ചു. ആസാമിൽ വ്യാപാര സ്ഥാപനങ്ങൾ കുടിയൊഴിപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പൊ ഇതാ കേരളത്തിൽ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിലേറ്റപ്പോൾ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ, വഴിയോര കച്ചവടക്കാരുടെ സ്ഥാപനങ്ങൾ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി പ്രത്യേകമായ പദ്ധതി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി കേരളം മുഴുവൻ ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കവുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. CITUവിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് എവിടെയൊക്കെ ഒഴിപ്പിക്കാൻ വരുന്നു അവിടെയെല്ലാം ചുവന്ന കൊടി ഉണ്ടാവും. എവിടെല്ലാം ഒഴിപ്പിക്കാൻ വരുന്നു അവിടെയെല്ലാം കടുത്ത പ്രതിരോധമുണ്ടാകും. ആ പ്രതിരോധത്തിന്റെ ഭാഗമായി കടുത്ത വെല്ലുവിളിയോടുകൂടി തന്നെ ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്, പുനരധിവാസമില്ലാതെ ഒരു കാരണവശാലും ഒരു നടപടിക്ക് നിങ്ങൾ മുതിരരുത്. ഇതിവിടുത്തെ കാര്യം മാത്രമല്ല, മിനിഞ്ഞാന്ന് ഡൽഹിയിലെ പോലീസ് എരച്ചെത്തിയ ഡൽഹിയിലെ AKG ഭവനിൽ ചെന്നാൽ ചായ കുടിക്കണമെങ്കിൽ AKG ഭവന്റെ തൊട്ടു താഴെ തട്ടുകടയുണ്ട്. നമ്മുടെ ബേബി സഖാവ് അടക്കമുള്ള നേതാക്കന്മാരെല്ലാം ചായ കുടിക്കുന്ന തൊട്ടു താഴെയുള്ള തട്ടുകടയെന്നാണ്. AKG ഭവന്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ ഗോൾ മാർക്കറ്റ് എന്ന് പറയുന്ന ഡൽഹി നഗരത്തിന്റെ നഗരഹൃദയത്തിൽ എത്രയോ തട്ടുകടകൾ. തിരുവനന്തപുരത്ത് ചെന്നാൽ AKG സെന്ററിന്റെ തൊട്ടു മുന്നിൽ തട്ടുകട. എവിടൊക്കെ തട്ടുകട ഇല്ലാത്ത സ്ഥലം എവിടെയാണ് നമ്മുടെ നാട്ടിലുള്ളത്? നൈറ്റ് ടീ ഷോപ്പ് നടത്തുമ്പോൾ ഉത്തരവാദിത്തമുള്ള നൈറ്റ് ടീ ഷോപ്പ് സംവിധാനം വേണം. അതിൽ കൃത്യമായ ഒരു സമയ ക്ലിപ്തതയോടെ പ്രവർത്തിക്കണം. ഇപ്പൊ കോട്ടയത്തെ അവസ്ഥ എന്താ? ഞാൻ നഗരസഭാ ചെയർമാന്റെ തിട്ടൂരം കേട്ടു. 8 മണി കഴിഞ്ഞ് തുറക്കാവൂ. നിയമമൊക്കെ പാലിക്കാൻ തയ്യാറാണ്. നിങ്ങൾ കോട്ടയം നഗരത്തിൽ 6-6:30 മണി കഴിഞ്ഞാൽ കോട്ടയം നഗരത്തിൽ ആളുണ്ടോ? പഴയ നഗര സംസ്കാരമാണോ ഇപ്പോ? ഒരു 7 മണി കഴിഞ്ഞാൽ 7:30 കഴിഞ്ഞാൽ നഗരം ശൂന്യമല്ലേ? നോക്കൂ, ഈ കോട്ടയം നഗരത്തിലേക്ക് വന്നാൽ പഴയ കോട്ടയം നഗരം ഉണ്ടോ? നാട് ശൂന്യമായി പോയില്ലേ? കോട്ടയം നഗരം ശൂന്യമാണ്. അപ്പൊ വഴിയോര കച്ചവടക്കാരാണെങ്കിലും കച്ചവടത്തിന്റെ ഉപജീവനത്തിനുള്ള സാമഗ്രികൾ ഒരു 7-7:15 തീർക്കണം. കടയിലൊക്കെ ജോലി ചെയ്യുന്നവർ ഒരു 7-7:15 ഇറങ്ങി ഒരൊറ്റ ഓട്ടാണ് വണ്ടി പിടിക്കാൻ. അതിനിടയ്ക്ക് എന്തെങ്കിലും കച്ചവടം. ഇങ്ങനെയാണ് ഇവിടുത്തെ കച്ചവടം. ഇങ്ങനെ കച്ചവടം നടക്കുമ്പോൾ ആ കച്ചവടക്കാർക്കും നൈറ്റ് ടീ ഷോപ്പുകാർക്കും ഒന്നും നിന്ന് പിഴയ്ക്കാൻ ആവശ്യമായ സൗകര്യം വേണ്ടേ? എന്താണ് നൈറ്റ് ടീ ഷോപ്പുകാരും വഴിയോര കച്ചവടക്കാരും കച്ചവടം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ നഗരസഭയ്ക്ക് ബുദ്ധിമുട്ട് വേറൊന്നുമല്ല. അവർക്ക് താല്പര്യപ്പെട്ട മറ്റു ചില മേഖലകളിൽ കച്ചവടം നന്നാകണം. നമ്മളൊരു സിനിമ കണ്ടിട്ടുണ്ടല്ലോ, എല്ലാവരും കണ്ട സിനിമയായിരിക്കും. കാണാത്തവരുണ്ട്, ഒന്നുകൂടെ കണ്ടുകൊള്ളുക. തുറുപ്പുകുലാൻ കേട്ടില്ലേ? തുറുപ്പുകുലാൻ. ആ തുറുപ്പുകുലാൻ സിനിമയിൽ ഇന്നസെന്റിന്റെ തട്ടുകട ഒഴിപ്പിക്കാൻ വരുന്ന ആരാ വരുന്നത്? കണ്ടില്ലേ? ബാറുകാരാ വരുന്നത്. അപ്പൊ ബാറുകാർക്ക് ആ തട്ടുകട ഒഴിപ്പിക്കണം. എന്നാൽ വേറൊരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സിനിമയിലെ പ്രത്യേകത, ബാർ ഹോട്ടലിൽ വിൽക്കാനുള്ള നല്ല ഭക്ഷണം കൊടുക്കുന്നത് തിലകൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹോട്ടലിലെ മമ്മൂട്ടിയുടെ മകൻ ദുൽഖറിന് അഭിനയിച്ച സിനിമ. തിരിച്ച സിനിമ കണ്ടിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഉസ്താദ് ഹോട്ടൽ.
ഉസ്താദ് ഹോട്ടലിലെ ഭക്ഷണം കൊണ്ടാണ് ബാറി കൊടുക്കുന്നത്. അതിന് വേറൊരു സംവിധാനം. ഇവിടെ കുഞ്ഞുമോന്റെ തട്ടുകട അല്ലെങ്കിൽ ഇന്നസെന്റ് തട്ടുകട ഒഴിപ്പിക്കാൻ ബാറുകാരൻ വരുന്നു. ഈ കളിയെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, ഈ പറയുന്ന ഈ ഇരിക്കുന്ന സംഘത്തിൽ ക്രിമിനലുകൾ ഉണ്ടോ? ഈ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് ഇവിടുത്തെ പോലീസിന് അറിയില്ലേ? ഇവര് മര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യരല്ലേ? കഴിഞ്ഞ ദിവസം ഇവിടെ കച്ചവടം ചെയ്തിട്ട് ഉമ്മയില്ലേ മരിച്ചുപോയത്? ഇവിടെ എത്ര കൊല്ലമായിട്ട് ഞാൻ കാണുന്നു ആ ഉമ്മയുടെ മൂലയിടത്തുള്ള നമ്മുടെ മേൽപ്പാലം താഴെയുള്ള ആ ഉമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു ഐഡന്റിറ്റി കാർഡ് കിട്ടുക. ഞാൻ ഉമ്മയുടെ മയ്യത്ത് കാണാൻ പോയി. നമ്മുടെ ആ മൂലയിടത്തെ മേൽപ്പാലം കഴിഞ്ഞുള്ള ഇറങ്ങുന്ന സ്ഥലത്ത് എത്ര പേര് ജീവിതം ഇവിടെ അവസാനിപ്പിച്ചു പോകുന്നു. ഇവരൊക്കെ ക്രിമിനലുകളാണോ? പിടിച്ചുപറിക്കാരാണോ? ഇവിടെ എന്തെങ്കിലും തെറ്റായൊരു കാര്യം പുറത്തുനിന്ന് വന്നവർ ചെയ്താൽ കേരളത്തിലെ പോലീസിനെ, കോട്ടയത്തെ പോലീസിനെ ആശ്രയിക്കാവുന്ന സാക്ഷികളും സത്യസന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥിരം സംവിധാനവുമാണ് ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർ, ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വഴിയോര തട്ടുകട കച്ചവടക്കാർ. അവര് നിയമം പാലിക്കുന്നവരാണ്. ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ നമ്മൾ താമസിക്കുന്ന, നമ്മൾ പ്രവർത്തിക്കുന്നിടത്ത് വൃത്തികേടാകുന്നുണ്ടോ? വൃത്തികേടാകാൻ പാടില്ല. അവിടെ ടാക്സ് അടച്ച് നടത്തുന്ന വ്യാപാരം നടത്തുന്നവർക്ക് കഴിയുന്നത്ര ബുദ്ധിമുട്ടില്ലാത്ത വിധമുള്ള കച്ചവടം നടത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവരെ കൂടി സഹകരിപ്പിച്ച് അവർക്ക് കൂടി അവരുടെ കച്ചവടം നടത്താൻ കഴിയുന്ന വിധം സഹായം ചെയ്തു കൊടുക്കണം. പുതിയ കാലമാണ്. കാരണം കടയൊക്കെ കച്ചവടം നടത്തുമ്പോൾ ഈ കടയെല്ലാം ഓൺലൈൻ കച്ചവടമൊക്കെ വന്നതോടുകൂടി പഴയ പോലെ കച്ചവടമൊന്നുമില്ല. അപ്പൊ ആ കച്ചവടം നിലനിൽക്കണം, വഴിയോര കച്ചവടം നിലനിൽക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, തെറ്റായൊരു കാര്യം ഉണ്ടാവരുത്. വ്യവസ്ഥപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യണം. പഴമാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഇന്ന് നമ്മുടെ ഇന്ന് വാങ്ങിച്ചാൽ നാളെയും നമ്മുടെ തന്നെ വാങ്ങിക്കാൻ തക്കവണ്ണമുള്ള സംവിധാനം ഉണ്ടാകുന്ന വിധമുള്ള ഉത്തരവാദിത്തപ്പെട്ട വ്യാപാരികളായി വഴിയോര കച്ചവടക്കാർ മാറണം. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ വിമർശനപരമായ പോരായ്മകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ്. വൃത്തിയുടെ കാര്യത്തിൽ, പരിസരം വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഇന്നുള്ള ശ്രദ്ധ പോരെങ്കിൽ കുറെ കൂടെ ശ്രദ്ധിക്കണം. അതിന്റെ ഭാഗമായി പ്രവർത്തിക്കണമെന്ന് ഉറപ്പായി പറയുന്നതിനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും തയ്യാറാണ്. അതിന് നൂറുകണക്കിന് വഴിയോര കച്ചവടക്കാരെ വഴിയിലേക്ക് എടുത്തെറിയാണ് വേണ്ടത്. അവരെ പട്ടിണിക്കാരാക്കാണ് വേണ്ടത്. ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വഴിയോര കച്ചവടക്കാരെ അനധികൃതമായി ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ നഗരസഭാ ഭരണാധികാരികളുടെ വീടിന് മുന്നിലും നഗരസഭയ്ക്ക് മുമ്പിലും കുടില് കെട്ടി സമരം നടത്തുന്ന പോരാട്ടത്തിലേക്ക് ഇവിടുത്തെ പ്രസ്ഥാനം ഭാവിയിൽ വരേണ്ടി വരും. ഈരാറ്റുപേട്ടയിൽ ഒരു എയി അവര് വളരെ പെട്ടെന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെന്തോ വിളിച്ചു പറഞ്ഞു ആരെയും ഒഴിപ്പിക്കണം. അവരപ്പം ഏതോ ഒരു സ്ഥലത്താണ് പറഞ്ഞത്. പക്ഷെ അവരപ്പം തന്നെ ഭ്രാന്ത് പിടിച്ചിറങ്ങി ആ നാട് മുഴുവൻ ഒഴിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഏതെങ്കിലും ഉദ്യോഗസ്ഥയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ അങ്ങനെ ഇറങ്ങിത്തിരിക്കുവോ? ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ 10 കൊല്ലം LDF സർക്കാരിന്റെ കാലത്ത് ഇവിടെ ഉണ്ടായില്ലേ? ഈ 10 കൊല്ലത്തെ LDF സർക്കാരിന്റെ കാലത്ത് ഈ നാട്ടിൽ നടത്തിയ പ്രവർത്തനത്തിൽ എന്ത് കുറവാണ് വഴിയോര കച്ചവടക്കാർ മുഖാന്തരം നാട്ടുകാർക്കുണ്ടായത്? മുമ്പ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ ഓട്ടോറിക്ഷകൾ ഏറ്റവും വലിയ പിടിച്ചുപറിക്കാരായി ചിത്രീകരിച്ചുകൊണ്ടിരുന്ന ഓട്ടോറിക്ഷകളെയാണ്. ഇപ്പൊ എന്താ അവസ്ഥ? ഇപ്പൊ എന്താണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ? ഓട്ടോറിക്ഷകൾ ഓടുമോന്ന് പറയാറായിട്ടില്ല. ഓട്ടോറിക്ഷകൾ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ദൈനംദിന യാത്ര തന്നെ ബുദ്ധിമുട്ടുന്ന വിധം ഓട്ടോറിക്ഷകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അവശ്യ ഘടകമായി മാറി. അതുപോലെ തന്നെയാണ് വഴിയോര കച്ചവടം. ഇത്തിരി വട്ടത്തിനകത്ത് ഞാൻ പണ്ടെന്റെ ഒരു 10-30 കൊല്ലം മുമ്പത്തെ എന്റെ ഓർമ്മ വെച്ചു കാലം തൊട്ട് പച്ചക്കറി കിറ്റിലാക്കി കൊടുക്കും. അപ്പൊ അന്ന് 10 രൂപ കിറ്റാണ്. 10 രൂപ കിറ്റാണ്. 10 രൂപ കിറ്റ് എന്ന് പറഞ്ഞാല് പച്ചക്കറി എല്ലാം കൊണ്ട് ഒരു 10 രൂപയ്ക്ക് കിട്ടും. ആ കിറ്റുമായിട്ട് പോയ 2 ദിവസം പച്ചക്കറി അത്യാവശ്യം ഇതിനകത്തുണ്ട്. എത്ര പേർക്ക് പ്രയോജനമുള്ള കാര്യമാണ് കിറ്റ്? ആ ചെറിയ കിറ്റിൽ കച്ചവടം നടത്തിയാൽ പൊതുവിപണിയിലെ വില കുറയില്ലേ? ഇപ്പൊ ഇവിടെ എന്നോട് പറഞ്ഞത് ബജ്ജിക്കടക്കാരുടെ പ്രശ്നമാണ്. ബജ്ജിക്കടക്കാർ 8 മണി വരെ ആ കഴിഞ്ഞ കച്ചവടം നടത്താമെന്ന് ചെറുകടിയുടെ സമയപ്പെടാം. നഗരസഭാ കൗൺസിൽ കൂടുന്നു.
കൗൺസിൽ 2 മണിക്ക് 8 മണിക്ക് ബജ്ജി കൊടുത്താൽ മതിയോ? നഗരസഭാ കൗൺസിലിൽ 8 മണിക്ക് കൊടുത്താൽ മതിയോ? ആ ആ ആ 2 പോലെ ആക്കണം. ആ ഞാൻ ചോദിക്കുന്നത് ബജ്ജി എപ്പോഴാണ് ഉണ്ടാക്കണ്ടേ? ബജ്ജി ഉണ്ടാക്കണ്ടേ? ഞാൻ എത്രയോ പേരെ ഈ വാഹനങ്ങളിൽ പോകുന്ന കുടുംബക്കാർ, അതായത് സ്ത്രീ പുരുഷന്മാർ, ദമ്പതികൾ, ഒരു കടയുടെ മുന്നിൽ വന്ന് അവരുടെ വൈകുന്നേരത്തെ ഒരു ചെറിയ സന്തോഷകരമായ സായാഹ്നമാണ് ഈ ബജ്ജിക്കട. ഷീജ വന്നു. ഷീജ വന്നാലാണ് വീര്യം കൂടുക എന്നിവിടെ പറഞ്ഞുള്ളൂ. കണ്ടോടാ കളി കണ്ടോടാന്ന് വെല്ലുവിളിച്ചുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ബജ്ജിക്കടക്കാരി ബജ്ജി ഒരുക്കണ എത്ര നേരം വേണം? ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. സാധാരണക്കാരന്റെ ജീവിതത്തെ ഏറ്റവും ഏറെ ബാധിക്കുന്ന കാര്യമാണ് ബജ്ജിക്കടകളുടെ നിലനിൽപ്പ്, നൈറ്റ് ടീ ഷോപ്പുകളുടെ നിലനിൽപ്പ്, അതുപോലെ തന്നെ ചെറുകിട മറ്റ് വ്യാപാരങ്ങളുടെ നിലനിൽപ്പ്. ഇവയെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ക്രമീകരണം വേണമെന്നുണ്ടെങ്കിൽ ന്യായമായ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അതെല്ലാം ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിപ്പിക്കുന്നതിന് CIT നേതൃത്വം കൊടുക്കാം, ഞങ്ങൾ പിന്തുണ നൽകാം. ബഹുമാനപ്പെട്ട ചെയർമാൻ INTUC-യുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു കോട്ടയത്ത്. അദ്ദേഹവും INTUC-യുടെ ഓഫീസിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. INTUC-ക്കും ഇവിടെ യൂണിയൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നേരത്തെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ദാമോദരൻ INTUC-യുടെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ യൂണിയൻ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടുത്തെ മുഴുവൻ വഴിയോര കച്ചവടക്കാരും CIT മാത്രമല്ല, പക്ഷെ പ്രബല സംഘടന CIT ആണ്. അതുകൊണ്ട് തൊഴിലാളികളുടെ ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ട് ഇവിടെ മാത്രമല്ല, ഇപ്പൊ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചിട്ട് വേറൊരു കൂട്ടർക്ക് ആ സ്ഥലം പിടിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി. എന്താ യഥാർത്ഥ പ്രശ്നം? സുവേന്ദു അധികാരത്തിൽ വന്നപ്പോ